വെൽക്കം ടു റൺസി ബ്ലോഗ്സ്. ഞാൻ ഇതിനകത്തൊരു ഐസ്ക്രീം ബ്ലോഗ് ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ റൈസാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഓക്കെ, ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഈസ്. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സാധനങ്ങൾ ടൊമാറ്റോ, ഒണിയൻ, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, പിന്നെ കുറച്ച് ബിരിയാണി മസാല, റെഡ് ചില്ലി പൗഡർ, മല്ലിപ്പൊടി, കൊറിയാണ്ടർ പൗഡർ, പെപ്പർ, ഏലാച്ചി, ഏലക്കായി, പിന്നെ പട്ട, ഗ്രാമ്പ്, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ഉപ്പ്, പിന്നെ ഗീ. ഇതൊക്കെയാണ് നമുക്ക് ഇതാണ്ട് മെയിൻ സാധനം. ചിക്കൻ, ഒരു 1/2 കിലോ ചിക്കൻ, 1/2 kg ചിക്കൻ. ഇനി നമുക്ക് പരിപാടി തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ഇതെല്ലാം കൂടി നമുക്ക് ചതക്കാം. ചതച്ചു. ഇനി തക്കാളി, ഉള്ളി ഇതും കൂടി നമുക്ക് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിയും കൂടി റെഡിയാക്കാം. അതിനുശേഷമാകും ബാക്കി പരിപാടി. അതായത് ചോറ് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു കപ്പ് അരി എടുത്തത്. ഈ ഒരു കപ്പ് അരി നമുക്കിനിപ്പം കുക്കറിലിട്ടിട്ട് ഉണ്ടാക്കാം. നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഒരു മീഡിയം തീയിലാക്കിയിട്ട് വെക്കുക. പാത്രം ഒന്ന് ചൂടായി വരുന്നേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് എണ്ണ വയ്ക്കാം. എണ്ണ വയ്ക്കാം. ഇതിൽ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പട്ട ഇതൊക്കെ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റും. ഇതൊക്കെ ഇതിലേക്ക് തട്ടാം. ഇതൊക്കെ സെറ്റാവട്ടെ. വീണ്ടും ഇത് ശരിയായി വരുന്നത് നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ ഇടാം. നല്ലോണം ഇതാക്കിയെടുക്കാം. കുറച്ച് ഉപ്പിടുക, നമ്മളുടെ ഉള്ളി ഒന്ന് സെറ്റാവാൻ. നിങ്ങൾക്ക് തക്കാളി പോവാം. ഇതെല്ലാം കണ്ടിരിക്കുന്നതല്ലേ ശരി. ഒന്ന് ലൈക്ക് അടിക്കണേ ഇഷ്ടമായിരുന്നെങ്കിൽ, ഇതിലായിട്ടുള്ള സംഭവം ഇഷ്ടമായിരുന്നെങ്കിൽ. ഇത് നമുക്ക് എന്നിട്ടൊന്ന് പൊത്തി വെക്കാം. ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ തക്കാളിയും ഉള്ളിയും സെറ്റായിട്ടുണ്ട്. നമ്മളെ ബിരിയാണി മസാല, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി ഇത്ര മതി. കുറച്ച് മതി. തക്കാളി നന്നായി ഉടഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് നമ്മളെ ചിക്കൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ വേറൊരു സാധനം പറയുന്നത് തൈര്, 2 ടേബിൾ സ്പൂൺ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞത് തൈര്. നമുക്ക് നമ്മുടെ റൈസ് ഇടാം. റൈസ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. 3 കപ്പ് വെള്ളമാണ് വേണ്ടത്. 2 വിസിൽ നമുക്ക് സെറ്റാണ്. ആ ഒരു ഗീ ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഒരു 2 വിസിലായിട്ട് വീണ്ടും കാണാം. ഇപ്പോൾ നമുക്ക് കുക്കർ വെക്കാം. അടിപൊളി. ചിക്കൻ റൈസ് നമുക്ക് സർവ് ചെയ്യാം.
കഴിച്ചു നോക്കാം. കൊള്ളാം. തൈരും കൂട്ടിയിട്ട് പൊളിച്ച് കുറച്ച് അച്ചാറ് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മുടെ സംഗതി ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു ലൈക്ക് ബട്ടൺ എന്തായാലും തരണം. പിന്നെ ഫുഡ് ഉണ്ടാക്കി നോക്കി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും നോക്കുന്നുണ്ട് കമൻറ്റ്സ്. എല്ലാവരും ഇപ്പോൾ തുടങ്ങിയതിൽ അപ്പോൾ എല്ലാവരും കമൻറ്റ്സ് എന്തായാലും ശരിക്കും നോക്കാം, കമൻറ്റ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു കേട്ടോ പ്ലീസ്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ വരെ ബൈ. പറയാതെ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. ലൈക്ക് കൊടുക്കണം. നമുക്ക് ഞാൻ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. പക്ഷേ വീഡിയോയിൽ